ദീപാനിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ ക്രോക്കോച്ച് പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ പാറ്റ പാർട്ടിയുടെ സമരത്തിന് ചൈനീസ് പിന്തുണയുണ്ടോ അല്ലെങ്കിൽ വിദേശ സഹായം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ചേർത്ത് വെക്കുന്ന ഒരു നടപടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സമരത്തിന് പിന്തുണ നൽകിയ ശേഷം ഈ CPM ജനറൽ സെക്രട്ടറി MA ബേബി അതുപോലെ തന്നെ SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവർ ഈ സമരപ്പന്തലിൽ നിന്ന് നേരെ ചൈനീസ് എംബസിയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു പരിപാടിയിൽ പോയി അവിടെ അവരുടെ സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കുന്ന അടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളാണ് പോയത്. ഇതിന് മറുപടി പറയേണ്ടത് അങ്ങല്ല എന്നറിയാം. പക്ഷേ ഇത്തരം സമരങ്ങൾക്ക് വിദേശ സഹായം ലഭിക്കുന്ന ഒരു സമരങ്ങളെ എങ്ങനെ നമ്മൾക്ക് ഇത്തരം പോരാട്ടങ്ങൾക്ക് എങ്ങനെ പിന്തുണ നൽകാൻ കഴിയും? ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു ലീഡറുടെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തേണ്ട സമരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഒരു സമരം നടത്താം. അത് നടത്താൻ കഴിയാതെ ആരെങ്കിലും ഓൺലൈനിൽ കൂടി വിളിച്ചു കൂട്ടുന്ന ഒരു സമരത്തിന് പിന്തുണ നൽകി അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിച്ച് ഈ സർക്കാരിനെ മറിച്ചിടാമെന്നുള്ളൊരു ധാരണയല്ലേ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിനുള്ളത്? ദീപാനിൽ അങ്ങനെ സർക്കാർ മറിഞ്ഞു വീഴും എന്നുള്ള ഒരു വാക്ക് താങ്കളുടെ ഭാഗത്തു നിന്ന് വന്നതിൽ ഞാൻ ആദ്യമേ തന്നെ ഞാനൊരു ചോദ്യചിഹ്നം ഇങ്ങനെ ഇടുകയാണ്. നിങ്ങൾക്കുമുണ്ടോ അങ്ങനെയുള്ള ഒരു ചിന്ത എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത് CPMൻ്റെ നേതാക്കൾ ചൈനീസ് എംബസിയിൽ പോയി ഈ സമരപ്പന്തൽ സന്ദർശിച്ചതിന് ശേഷം ചൈനീസ് എംബസിയിൽ പോയി അവരുമായിട്ട് സംസാരിച്ചു എന്നാണ്. ഈ ചൈനീസ് എംബസി എവിടെയാണ്? ചൈനയിലാണോ അതോ ഇന്ത്യയിലാണോ? ഇന്ത്യയിൽ നിയമപരമായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ചൈനീസ് എംബസിയിൽ ഇന്ത്യയിലെ പൗരന്മാർ അവിടെ പോയി എന്ന് പറയുന്നത് ആണോ ഇത്ര വലിയൊരു ഗൂഢാലോചന, വലിയൊരു കോൺസ്പിറസി ആണ്? അല്ലെങ്കിൽ ഇതൊരു രാജ്യദ്രോഹം കുറ്റം നടത്തുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് വിദേശമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ചൈനീസിൻ്റെ കൈകടത്തലാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചൈനീസ് എംബസി നിയമപരമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദേശ രാജ്യത്തിൻ്റെ എംബസിയിൽ വളരെ ഓപ്പണായിട്ട് പോയാണോ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അതിൻ്റെ ഫോട്ടോയും എടുത്ത് പുറത്തിട്ടിട്ടാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? എന്ത് വിഡ്ഢിത്തമാണ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ വിളിച്ചു ഓതുന്നത്? ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ഓൺലൈൻ വഴി വന്ന സോഷ്യൽ മീഡിയ വഴി വന്ന ഒരു ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന് നോക്കൂ. ശരിയാണ്, ഇന്നത്തെ ലോകമെന്ന് പറഞ്ഞാൽ മാറിയിരിക്കുകയാണ്. ഒരു സോഷ്യൽ മീഡിയയ്ക്ക് എത്ര വേണമെങ്കിലും ആളുകളെ യോജിപ്പിക്കാൻ കഴിയും. പക്ഷേ എന്തിനു വേണ്ടിയായിരിക്കണം? ഒരു ആളുകൾ ഇത്രയും പേര് അതിനു വേണ്ടി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ആശയത്തിന് വേണ്ടിയായിരിക്കും ആളുകളെല്ലാവരും ഒത്തുകൂടുന്നത്. അല്ലാതെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നവരല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒത്തുകൂടുന്നവരല്ല. അത് കുറച്ച് പേരൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇത്തരം ഒരു ഹ്യൂജായിട്ടുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം ഈ നിരാഹാരം നടത്തുമ്പോൾ ഈ പറയുന്ന CJP എന്ന് പറയുന്ന ആ ഒരു ലേബലിലുള്ള പാർട്ടി, അത് തന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജി അവർക്ക് കൊടുത്ത ഒരു പേരാണ്. അവർ അതിൻ്റെ പ്രതിഷേധമായിട്ട് ഇട്ട പേരാണത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ അവരിങ്ങനെ ഒരു കാര്യം നടത്തുമ്പോൾ അതിൻ്റെ ആശയമാണ് ജനങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നോക്കുന്നത് അതിൻ്റെ ആശയമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ, നീറ്റ് പരീക്ഷ പോലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകൾ എന്ന് വെച്ച് എത്രത്തോളം നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടികൾ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എത്ര കാലം മുന്നെയാണ് അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് വർഷങ്ങളായിട്ട് അവർ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, കുട്ടികൾ അവരുടെ ഊണും ഉറക്കവും കളഞ്ഞ് അവരുടെ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പരീക്ഷയുടെ തയ്യാറെടുപ്പോടുകൂടി നടത്തുന്ന ഒരു പരീക്ഷ, അതിൽ ക്രമക്കേട് വരിക, അത് പുറത്തു വരിക, അത് ആ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു ഓണപ്പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, ഒരു ടേമിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആശ്വാസം നമ്മൾ മനസ്സിലാക്കണം. ഒരു 3 മാസം പഠിച്ചതിന് ശേഷം ഫസ്റ്റ് ടേമിൽ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും കാലത്തെ പ്രയത്നം കൊണ്ട് അവരെഴുതിയ ആ പരീക്ഷ റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നിസ്സാര കാര്യമാണോ? മുൻ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ യുവാക്കളാണ് എന്നാണ്.
എന്ന് വെച്ചാൽ ആ യുവാക്കളുടെ ഭാവിയാണ്, അവരാണ് പിന്നീട് ആ രാജ്യത്തെ നയിക്കേണ്ടത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളിൽ ഭരണരംഗത്തായാലും മറ്റ് ഏത് മേഖലയിലായാലും ഈ രാജ്യത്തെ നയിക്കാൻ സജ്ജരാക്കി കൊണ്ടുവരുന്ന അങ്ങനെയുള്ളൊരു യുവത്വം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഇന്ത്യ ആ കാര്യത്തിൽ ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ യുവത്വത്തെ മുഴുവൻ നിരാശയിലേക്ക് തള്ളിവിടുന്ന, അവരെ വെറും നിഷ്ക്രിയരാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഈ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു മന്ത്രി എടുക്കേണ്ട തീരുമാനങ്ങളാണോ ഇതൊക്കെ? അതിന് കഴിയാത്തവരാണെങ്കിൽ മാറി നിൽക്കുക, അത് ചെയ്യാതിരിക്കുക, അത് ഉത്തരവാദിത്വമുള്ളവരെ ഏൽപ്പിക്കുക. അതാണ് അവരുദ്ദേശിക്കുന്നത്. ഈ പരീക്ഷയും ഈ ഉന്നത വിദ്യാഭ്യാസവും ഏറ്റെടുക്കാൻ കഴിയാത്ത, അത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത മന്ത്രി രാജിവെക്കുക എന്ന, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കണമെന്നല്ലേ അവരുടെ ഉദ്ദേശം? പരീക്ഷയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നുള്ളതല്ലേ? അല്ലെങ്കിൽ ഇതിൽ ഉത്തരവാദിത്വമായിട്ട് ഇത് നടത്തണമെന്നുള്ളതല്ലേ അവരുടെ ഉദ്ദേശം? ഇത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതൊരു രക്ഷാകർത്താവും ആവശ്യപ്പെടുന്ന കാര്യമല്ലേ? ഞാനൊരു രക്ഷാകർത്താവാണ്, എനിക്കും ആ ആവശ്യമുണ്ട്. ഇവിടുത്തെ നടക്കുന്ന പരീക്ഷകളിൽ ഉത്തരവാദിത്വം വേണം. ഇവിടെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ മുന്നിലാണ് ഈ കുട്ടികൾ കഷ്ടപ്പെടുന്നത്. അവർ പഠിച്ച് പരീക്ഷ എഴുതി കഴിയുമ്പോൾ വീണ്ടും പറയുകയാണ് ഈ റിസൾട്ടെല്ലാം ഇതെല്ലാം ഈ പരീക്ഷയെല്ലാം ക്യാൻസൽ ചെയ്യാണ്, വീണ്ടും അടുത്തത് വരികയാണ്. എന്നിട്ട് ആ പരീക്ഷ നന്നായിട്ട് നടത്തുന്നുണ്ടോ? അതിലും ക്രമക്കേടുകൾ നടക്കുകയാണ്, അല്ലെങ്കിൽ അതിലും തെറ്റുകുറ്റങ്ങൾ ഒരുപാട് വരികയാണ്. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പരീക്ഷകളിൽ ക്രമക്കേടുകളും കുറ്റങ്ങളും കണ്ടെത്തുമ്പോൾ ഇവിടുത്തെ യുവജനങ്ങളുടെ വോയിസ് ആയിട്ട് ഒരു സംഘടന, ഒരു കൂട്ടം ആളുകൾ മാറുമ്പോൾ അതിനെ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് ചെയ്യും. പുരോഗമനാത്മകമായിട്ടുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ജനങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത് ഗവൺമെൻറ്റിന് എതിരായിട്ട് വരുന്നു എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാം കൺട്രോളിംഗ് പാനൽ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഇത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അട്ടിമറിക്കപ്പെടാനാണെന്ന്. പിന്നെ എന്താണ് ഇവിടെ ആരോപിക്കാൻ കഴിയുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇതുമായിട്ട് സഹകരിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിക്കും, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചാർത്തി കൊടുക്കാമെന്ന് നോക്കും. ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന ആൾ. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ചൈനീസ് ഇടപാടുണ്ടെന്നും അവിടുന്ന് ധനസഹായം കിട്ടുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു ജനങ്ങളെ ഇവർക്കെതിരാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് BJP ഗവൺമെൻറ് ഇപ്പം നടത്തുന്നത്. പക്ഷെ അത് നടപ്പാവാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ ഇവിടെ ഒന്നിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ, ഈ കുറച്ചാളുകളുടെ ഒരു കൂട്ടായ്മയെ അതൊരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇത് ഭാവിയെ ബാധിക്കുന്നതാണ്. ഇത് ഇന്ത്യയുടെ പുതിയ തലമുറയെ, വരും തലമുറയെ ബാധിക്കുന്നതാണ്. അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഏതർത്ഥത്തിലും വരുന്ന രീതിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ മാത്രമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. യെസ്.